എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വന്നു. അവിടുത്തെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഭയങ്കര ചൂടാണ്, 40 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. ഭയങ്കര ടെമ്പറേച്ചറാണ്. ഇത് എർട്ടാണ്. ഇവിടെ മ്യൂസിയത്തിലൊരു എർട്ട് ഉണ്ടാക്കി വെച്ചേക്കാണ്. പ്ലീസ് റിമൂവ് യുവർ ഷൂസ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കയറണേ ഷൂസ് ഊരണേ. ഉള്ളൊന്ന് നോക്കാം. ഇങ്ങനെയാണ് ശരിക്കും ഒരു എർട്ടിൻ്റെ ഉള്ളിലിരിക്കുന്നത്. എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. നിലത്ത് മാറ്റും ഒക്കെ ഇട്ടിട്ട് വാദ്യോപകരണങ്ങളൊക്കെ ഉണ്ട്. അല്ല, വാദ്യോപകരണങ്ങളല്ല, മറ്റേ വീട്ടുപകരണങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഒത്തിരി. ഒരു പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 1989 സിയുടെ പടമാണ്. അത് ഇത്ര ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2003 അത് ഇത്ര ആയിട്ട് ചുരുങ്ങി, പച്ചക്കളർ കണ്ടിട്ട്. 2009 ഇത് അത്ര ആയിട്ട് മാറി. ഭയങ്കര വ്യത്യാസമാണ് വന്നത്. പൂച്ചയായിരിക്കും. ഞാൻ കണ്ടതാണ്. ഇവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളൊക്കെയാണിത്. വൈൽഡ് ക്യാറ്റ്, കാട്ടുപൂച്ച. ഇതെന്നാന്ന് അറിയില്ല. ഇത് നമ്മുടെ കീരി പോലത്തെ ഒരു സാധനമാണ്. നമ്മളിനി വറ്റിയ അരൾസി കാണാൻ പോവാണ്. അവിടെ നിർത്താറുന്നില്ല. ഇതാണ് കടലിറങ്ങിപ്പോയ സ്ഥലം. അവിടെ പോയി ഇറങ്ങി കാണാം. ഇതിൽ പോകാൻ തോന്നുന്നു. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങിപ്പോവാം. അരാൾസി മ്യൂസിയം ഇവിടെയുണ്ട്. ഇവിടെ കപ്പൽ വെള്ളം ഇറങ്ങിപ്പോയി കിടക്കുന്നത് കാണാം നമുക്ക്. ഇവിടെ വന്ന വഴിക്ക് നമ്മൾ 2 കപ്പൽ കിടക്കണ കണ്ടായിരുന്നു. നമുക്കതൊന്ന് പോയി നോക്കാം. ഭയങ്കര ചൂടാട്ടോ. ഇവിടെ അങ്ങോട്ട് കടലായിരുന്നു. കടൽ വറ്റിപ്പോയതാണ് ഈ ഫ്രണ്ട് കാണുന്നത്. എടുക്കണുണ്ടോ? പിന്നെ എവിടെയൊക്കെ ഉണ്ട് കപ്പൽ. വലിയ ഏരിയയാണ്. നമുക്ക് പണ്ട് പറ്റിപ്പോയ സീലോട്ടൊന്ന് ഇറങ്ങിപ്പോയി നോക്കാം. ഇന്നിപ്പോൾ ഇത് സ്റ്റെയറൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. പണ്ട് ഇങ്ങനെ കിടന്ന സ്ഥലമാണ്. ഷിപ്പിൻ്റെ അടുത്ത് വരെ ഒന്ന് പോകാം. പണ്ടെന്ന് പറഞ്ഞാൽ 10-25 വർഷമായുള്ളൂ കേട്ടോ ഇത് പറ്റിപ്പോയിട്ട്. നമ്മളവിടുത്തെ ആ മ്യൂസിയത്തിലെ ഫോട്ടോയിൽ കണ്ടില്ലായിരുന്നു ഓരോന്നും പറ്റിപ്പോയത് എങ്ങനെയാണ്. കുറേ ഇറങ്ങണം. ഇവിടെ പണ്ട് പരുത്തി കൃഷി ചെയ്യാൻ വേണ്ടി ഇതിൽ നിന്ന് വെള്ളം യൂസ് ചെയ്തും ഒക്കെയാണ് ഇതെല്ലാം നശിച്ചു പോയത്. ഇത് മെയിൻ പരുത്തി കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. നമ്മളങ്ങനെ താഴെ വരെ വന്നു, കപ്പൽ കിടക്കുന്നിടത്ത് വരെ. ഇതുണ്ടോ, മേളിൽ അവിടെയായിരുന്നു നമ്മളിപ്പോൾ നിന്നെ. അവിടുന്ന് ഇവിടെ നിറച്ച് കപ്പലുകൾ കിടക്കുവാണ്. അപ്പോൾ ഒരു കാലത്ത് ഇതൊക്കെ കടലായിരുന്നു. കാണുന്ന പോലെ ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് ഭൂമിയുടെ. ഒരു പ്രത്യേക എക്സ്പീരിയൻസ്. ചരിത്രങ്ങൾ ഇങ്ങനെയും കാണാം നമുക്ക്. ഏതെങ്കിലും ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ
കയറി നോക്കിയാലോ. ഇതിൻ്റെ പുറകിലെ ഇരുമ്പ് കണ്ടോ, നല്ല സ്ട്രോങ് ഇതാണ് ബോക്സസ്. അവിടെ ഒരു ഷെല്ല് പോലെ ആയി കിടപ്പുണ്ട് പറഞ്ഞു. ഓ, ഇത് അത്ഭുതമായിരിക്കും. അത്ഭുതം എന്നല്ല, ഇത് ചൂട് കാരണം ഇത് പറ്റിപ്പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതാണ് ഞാൻ പറയാൻ വന്നത്. കണ്ടോ, ബോട്ടുകളുടെ ഉള്ളൊക്കെ ഉണ്ടോ, മൊത്തം തുരുമ്പിച്ച് ദ്രവിച്ച് അടിഭാഗമാണ്. അവിടെ നിന്ന് അത്രയും പൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്നതാണ്. ഈ ചൂടത്ത് ഇത് പറ്റിപ്പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നമ്മൾ ഇന്ന് യാത്ര ചെയ്ത് എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഇടം ചരിത്രത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ഇടം പിടിച്ചിരിക്കുന്ന ഒരിടമാണ്. ഈ സ്ഥലം ഒരു 30 വർഷം മുമ്പ് വരെ ഇത് കടലായിരുന്നു. അറാൾ സീ എന്ന് വിളിക്കപ്പെടുന്ന കാസ്പിയൻ സീയോട് അടുത്ത് കിടക്കുന്ന ഒരു കടൽ ആയിരുന്നു ഇത്. കടൽ എന്ന പൂർണ്ണാർത്ഥത്തിൽ കടലല്ല, കാസ്പിയൻ സീയുടെ ഇടവഴികൾ ചേർന്ന് രൂപം കൊണ്ട ഒരു ഉൾക്കടൽ പോലൊരു സംഗതിയായിരുന്നു ഈ അറാൾ സീ. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പേ മുതൽ ഒരു മുക്കോ ഗ്രാമം നിലവിലുണ്ടായിരുന്നു. ഒരുപാട് ഷിപ്പിംഗ് ബോട്ടുകളും ആ മുക്കോ ഗ്രാമത്തിൽ ഒരുപാട് ജനങ്ങളും എല്ലാം താമസിച്ചിരുന്ന ഒരു വില്ലേജായിരുന്നു മൊയ്നാക്ക് എന്ന് പറയുന്ന ഈ ഇടം. അപ്പോൾ അവിടെയാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് 1970-കൾ മുതൽ ഇവിടുത്തെ കടൽ വറ്റി വരണ്ട് തുടങ്ങുകയും ഇന്ന് ഏതാണ്ട് വളരെ ചെറിയ ഒരു ശതമാനം ഒഴിച്ച് ബാക്കി മുഴുവൻ മരുഭൂമി പോലെ ആയി പോയി തീർന്നിരിക്കുന്നു. അതിന് നിരവധിയായ കാരണങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. ഇവിടെ ഉസ്ബെക്കിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട ഒരു വാണിജ്യ ഉൽപ്പന്നമായിട്ടുള്ള കോട്ടൺ കൃഷിക്ക് വേണ്ടി നടത്തിയ ചില ഇറിഗേഷൻ പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ടാണ് ഈ കടൽ വരണ്ട് പോയത് എന്നൊരു തിയറിയുണ്ട്. പിന്നെ സ്വാഭാവികമായും പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഭാഗമായി ഗ്ലോബൽ വാർമിംഗ് അടക്കമുള്ള നിരവധി കാരണങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു കടൽ ഇല്ലാതെയായി പോകുന്ന ഒരു പ്രതിഭാസമാണ് സംഭവിച്ചിരിക്കുന്നതും എന്നും കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും ഈ പ്രദേശത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. ഈ കാണുന്ന ഷിപ്പുകളെല്ലാം ഇവിടെ കിടക്കുന്ന ഈ പ്രദേശത്തെ വിളിക്കുന്നത് ഷിപ്പ് സെമിത്തേരി എന്നുള്ളതാണ്. ഇതെല്ലാം ഒരു കാലത്ത് വളരെ സജീവമായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന ബോട്ടുകളായിരുന്നു. ഇതെല്ലാം ഇവിടെ കിടന്ന് നശിച്ച് തുരുമ്പെടുത്ത് അസ്ഥികൂടം പോലെയായി തീർന്നിരിക്കുന്നു. ഈ അസ്ഥികൂടം ഒരു കാൽപ്പനിക പ്രയോഗം ആക്കി പറയുകയാണെങ്കിൽ ഒരു കപ്പലിൻ്റെ അസ്ഥികൂടം എന്നുള്ള നിലയ്ക്കായിരിക്കും ഈ പ്രദേശത്തിന് ഷിപ്പ് സെമിത്തേരി എന്ന് വിളിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ സെൻട്രൽ ഏഷ്യൻ ടൂറ് പ്ലാൻ ചെയ്ത് തുടങ്ങിയ സമയം മുതൽ അറാൾ സീ കാണാൻ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ അറാൾ സീ കിടക്കുന്ന കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും രണ്ട് രാജ്യങ്ങളിലുമായിട്ടാണ് ഈ അറാൾ സീ കിടക്കുന്നത്. അതിൽ കസാക്കിസ്ഥാൻ്റെ പ്രദേശത്തായിരുന്നു നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇവിടെ നിന്നും ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള കസാക്കിസ്ഥാൻ്റെ ആ ഭാഗത്ത് അറാൾ സീ ഉൾക്കൊള്ളുന്ന ഭാഗത്താണ് ബൈക്കനൂർ എന്ന ഒരു പ്രശസ്തമായ സ്ഥലവും അവിടെ ഒരു അതിപ്രശസ്തമായ ഒരു കോസ്മോഡ്രോമും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിന്നും പ്രവർത്തിക്കുന്ന ഒരു കോസ്മോഡ്രോമാണ്. ലോകത്തെ ഏറ്റവും വലിയ കോസ്മോഡ്രോമാണ് ബൈക്കനൂർ. ഏതാണ്ട് 5000-ഓളം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ സയൻറ്റിഫിക് റിസർച്ച് പ്രോജക്റ്റ് സെൻ്ററാണത്. അവിടെ നിന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട റഷ്യയുടെ എല്ലാ ബഹിരാകാശ ദൗത്യങ്ങളും നടത്തിയിട്ടുള്ളത്. യൂറി ഗാഗറിനും ലൈക്കയും അതേപോലെ തന്നെ വലന്റീന ടെറഷ്കോവ അടക്കമുള്ള സഞ്ചാരികൾ ബഹിരാകാശത്തേക്ക് പോയതും അതേപോലെ തന്നെ അവരുടെ സ്പുട്നിക് അടക്കമുള്ള നിരവധി സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നതും എല്ലാം ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മൾ അവിടം സന്ദർശിക്കണം, ആ അറാൾ സീ പ്രദേശവും ആ കോസ്മോഡ്രോമും സന്ദർശിക്കണമെന്നായിരുന്നു നമ്മളുടെ ആഗ്രഹം. പക്ഷേ നിർഭാഗ്യവശാൽ ആ പ്രദേശം ഇപ്പോഴും റഷ്യൻ അധീനതയിലാണ്. അതല്ല പ്രശ്നം, അവിടെ പോകണമെങ്കിൽ റഷ്യൻ വിസ വേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റഷ്യൻ വിസ സംഘടിപ്പിക്കാൻ ഉള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടും പിന്നെ റഷ്യൻ വിസ സംഘടിപ്പിച്ചാൽ പോലും നാറ്റോ അംഗരാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അവിടെ പ്രവേശനം ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് പൊതുവേ ഉള്ളൊരറിവ്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ആ സ്ഥലം മാറ്റി നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ്റെ അറാൾ സീ പ്രദേശത്താണ് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ
പ്രകൃതി അതിൻ്റെ സ്വാഭാവിക മാറ്റങ്ങളിലൂടെ വരുത്തി തീർക്കുന്ന ഓരോ പരിണിത ഫലങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. പ്രകൃതിയോട് നമ്മൾ എങ്ങനെയൊക്കെ പെരുമാറുന്നോ അതിനനുസരിച്ച് പ്രകൃതി നമ്മളോട് തിരിച്ചും പ്രതികരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ ഓരോ ആഗ്രഹങ്ങളുടെയും ഓരോ താല്പര്യങ്ങളുടെയും പുറത്ത് പ്രകൃതിയോട് ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളുടെ ഫലമാണ് ഇതുപോലുള്ള അവസ്ഥകൾ. ഒരു കാലത്ത് ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു ഭൂപ്രദേശം ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു മരുഭൂമിയായി, ഒരു സെമിത്തേരിയായി പരിണമിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി.